മുഅ്മിനിന്റെ ആയുധം വേണം. അല്ലാഹു നമുക്കൊക്കെ സന്തോഷം അല്ലാഹു നൽകട്ടെ, സമാധാനം അല്ലാഹു നൽകട്ടെ, മക്കളെ അല്ലാഹു നന്നാക്കട്ടെ, അല്ലേ? പ്രണയത്തിന്റെ പ്രലോഭനങ്ങൾ അല്ലാഹു പെടുത്താതെക്കട്ടെ. ഒരു മാനസികമുള്ള ഒരാളെ കൊടുന്നു, ഒരു മാനസികമുള്ള ആളാണ് കൊടുന്നു, 2-3 ആളുണ്ട് കൂടെ, ഭാര്യയുണ്ട്, നിന്റെ ഭർത്താവാണ്, ഒരുപാട് കാലം ഗൾഫിലായിരുന്നു, സന്തോഷത്തോടെ നോക്കി വളർത്തി ഇനി മക്കളൊക്കെ മഹല്ലിലെ കാര്യപ്പെട്ട ആളാ, നാട്ടിലെ പ്രമാണിയാണ്. എല്ലാ പ്രശ്നത്തിനും മസ്ലഹത്ത് പറയും. മസ്ലഹത്ത് പറഞ്ഞറിയോ? തീരുമാനങ്ങൾ പറയുന്ന ഒരാളാ. പക്ഷേ അയാള് സ്വന്തം കുടുംബം നോക്കാൻ മറന്നു. തൻ്റെ മകള് അന്യൊരു മതത്തിൽപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം മാനസികമായി അള്ളാഹു കാക്കട്ടെ, അല്ലേ? ഇന്നലെ രാവിലെ ഒരു നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് പറയാണ്, എന്താ അറിയോ, 2 ഇരട്ട കുട്ടികളുള്ള എൻ്റെ മരുമകള് രാത്രി ഒരാൾ കൂടെ ഇറങ്ങിപ്പോയി. അള്ളാഹു കാക്കട്ടെ. ഇന്നത്തെ ജീവിതങ്ങളൊക്കെ നമ്മളെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ, സമാധാനം അല്ലാഹു നൽകട്ടെ. എൻ്റെ കൂടെ 3 ഫാത്തിഹകൾ ഓതണം, 3 സ്വലാത്തിന്റെ കൂടെ ചൊല്ലണം. ഇതിൽ ഒന്നാമത്തെ സ്വലാത്ത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരാൻ, എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ. ഇനിയൊരു വിഷം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒരു ഉമ്മ വന്നിക്കണ്, 2 കുട്ടികൾക്കും. എന്താ നിങ്ങളെ പേര്? നിങ്ങളെ പേര് എത്ര വയസ്സായി? 28. നിങ്ങൾക്കോ? 28. ഇരട്ട കുട്ടികളാണ്, 2 മാനസിക. അള്ളാഹു രക്ഷിക്ക്, അള്ളാഹു കൊടുക്കട്ടെ. ആ ഉമ്മ എവിടെ? ഉമ്മ ഞാൻ മക്കളല്ലേ അത്? അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പോകാത്ത സ്ഥലമില്ല എന്ന് ആലോചിച്ചിട്ടാണ്. ആ ഉമ്മാക്ക് അള്ളാഹു മക്കളെ കൊണ്ടുള്ള സ്വർഗം കൊടുക്കട്ടെ. 2 പണിക്ക് പോകാൻ പറ്റും. ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ എന്ന് ആലോചിച്ചിട്ടാണ്. ഇതൊക്കെ വലിയൊരു പരീക്ഷണല്ലേ? മക്കള് അധ്വാനിച്ച് കൊണ്ടുവന്ന പ്രായം, ഉമ്മ പണിക്കുക മക്കളെ പോയിട്ട്. അല്ലാഹു ഇത്രയും പെട്ടെന്ന് മക്കൾക്കുള്ള പരിപൂർണ്ണ ശിഫ ആലോചിച്ചു കേട്ടോ. രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ മദീനയിലേക്ക് നമ്മൾ ചൊല്ലും. അല്ലാഹു നമുക്ക് രോഗറപ്പ് തരാതിരിക്കട്ടെ, എന്ന രോഗം അല്ലാഹു ശിഫ നൽകട്ടെ. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മാബൈന ബൈതി വമിൻബറി റൗളത്തും മിൻ ദിയാരിൽ ജന്ന. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിസ്കരിച്ച നടന്ന റസൂലുള്ളാഹി തങ്ങളെ നിസ്കരിച്ച സ്ഥലത്ത് നെറ്റിത്തടമൊന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹ് ഭാഗ്യം തരട്ടെ. പോയവർക്ക് ഇനിയും പോകാനുള്ള ഭാഗ്യം അല്ലാഹ് തരട്ടെ. നല്ല ആവേശത്തോടെ. ഇത് മരുന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ, ഇതല്ലാതൊരു മരുന്നില്ല. ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ തങ്ങന്മാരിൽ ഇഷ്ടം പോലെ അല്ലേ? ഈ ദുആ അല്ലാതെ വേറൊരു മരുന്ന് കൊടുക്കാറില്ല കേട്ടോ. അല്ലാഹു വന്നവർക്കും വരാത്തവർക്കൊക്കെ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇലാ ഹദറത്തുഹു നബിയനാ വ ഹബീബിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرته حمزة القرار. وإلى حضرته سعد بن معاذ. وإلى حضرته خالد بن وليد. وإلى حضرته ذو القرنين. وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهراء وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلال الدين البخاري കാട്ടുചിറ ഉപ്പാപ്പ
وإلى حضرة കാഞ്ഞിര മുറ്റം ഫരീദ് വലിയുള്ളാഹ് وإلى حضرة ورابة بابا وإلى حضرة فاطمة بيبي وإلى حضرة مرو سيد عاتقوية تنغلو بابا وإلى حضرة مرو سيد متقوية تنغلو بابا وإلى حضرة PMS بوكوية تنغلو بابا مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് ഞങ്ങൾ ഓതിയത്, സൂറത്തുൽ ഫാത്തിഹ. നീ സ്വീകരിക്കണമല്ലാ. ഇനി നമ്മൾ 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. നമ്മളെ ഹൃദയം മദീനയിലേക്കാണ്. മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും ആ പച്ചക്കുപ്പ കണ്ടിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അതുകൊണ്ട് മദീനയിലേക്ക് നമ്മളെ ഹൃദയം നമ്മൾ പോവുകയാണ്. അല്ലാഹുവേ, നമ്മൾ നിസ്കരിക്കാറുണ്ട്. ആ നിസ്കാരത്തിൽ പോലും അല്ലാഹു റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ബഹുമാനിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ബഹുമാനിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ محمد الفاتح لما أغلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ, ഖബൂലാക്കണമല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ബിദവാമി മുൽക്കില്ലാഹ് حمدا يوافي نعمه ويكافي مزيدا. اللهم ارسل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه وهدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة روح سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിനെ 4600 കിലോമീറ്റർക്കപ്പുറത്തെന്ത് വിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ കരളിന്റെ കഷ്ണമായ ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ. ഹബീബിന്റെ തണല് ഞങ്ങൾക്ക് നൽകണമല്ലോ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് തമ്പുരാനെ. ജീവിതത്തിലെ കഷ്ടതകളാണ്, കഷ്ടപ്പാടുകളാണ്, സമാധാനമില്ലാത്ത ജീവിതങ്ങളാണ്. അല്ലാഹുവേ, ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്ക റബ്ബേ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണമല്ല. വീടിന്റെ പണി പൂർത്തിയാകാത്തവരുണ്ട്, വീടിന്റെ പണി നീ പൂർത്തിയാക്കി കൊടുക്കണമല്ല. അല്ലാഹുവേ, ഒരുപാട് പേര് സങ്കടത്തിലാണ്, കടങ്ങളെ കൊണ്ട് കട്ടത്തിലാണ്, ആധാരങ്ങൾ ബാങ്കിലാണ്, സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്. നിവൃത്തികോട് കൊണ്ട് വെച്ചതാണ് റബ്ബേ. അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് റബ്ബേ, അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തരുന്ന നിഅമത്തുകൾ
നീ ഞങ്ങൾക്ക് തരുന്ന ബറക്കത്തുകൾ ഞങ്ങൾ ആധാരങ്ങൾ പണയം വെച്ചതിന്റെ പേരിലാണ് തടഞ്ഞു വെച്ചതെങ്കിൽ ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടുത്തെ ഔദാര്യം കൊണ്ട് തമ്പുരാനെ അതെല്ലാം തട്ടി മാറ്റി സന്തോഷം നൽകണല്ല, സമാധാനം നൽകണേ അല്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണല്ലോ, റാഹത്ത് നൽകണല്ലോ. ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ല, ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ല. ഞങ്ങളെ മക്കൾ സ്കൂളിൽ പോകുന്നവരാണ്, ഞങ്ങളെ മക്കൾ കോളേജിൽ പോകുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണല്ല, നല്ല കൂട്ടുകാരെ നൽകണയല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ, പ്രണയത്തിന്റെ പ്രലോഭനങ്ങൾ ഞങ്ങളെ മക്കളെ പെടുത്തല്ല തമ്പുരാന്. അല്ലാഹുവേ, ഒരാളെ ചതിയിലും ഞങ്ങളെ പെടുത്തല്ല തമ്പുരാനെ, ഞങ്ങളെ മക്കളെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ ഭാര്യമാരെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാരെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കളെ പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, സങ്കടങ്ങളാണ് റബ്ബേ, സമാധാനമില്ല. സമാധാനം ഞങ്ങൾക്ക് നൽകണല്ല. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ തരല്ല റബ്ബേ. അല്ലാ, ഒരു രോഗം വന്നാലും മക്കളോട് പറയുമ്പോ ആ മക്കളെ പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി വിഷമങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണല്ല. അല്ലാഹുവേ, നീ റാഹത്ത് നൽകണല്ല, സമാധാനം നൽകണയല്ല. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ്. തലയുടെ മുഹൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരെ രോഗങ്ങളാ. ഇന്നലെ എന്നെ തിരുവനന്തപുരത്ത് RCC നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളല്ല എനിക്ക് തന്നു തങ്ങളെ, വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തന്ന പൊന്നുമോളാ. 3 വയസ്സാണ് പൊന്നുമോൾക്ക് ക്യാൻസറാ. ഡോക്ടർമാര് വല്ലാത്ത വിഷമങ്ങളാ പറഞ്ഞു. അവിടുത്തെ ദ്വാ അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട, അവിടുന്ന് ദ്വാരിക്കണം. അല്ലാഹുവേ, ഒരുപാട് പേര് RCCയിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കൊന്നും ഒരു രോഗം തരില്ല റബ്ബേ. അല്ലാഹുവേ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹു, ഒരു മൂലയിൽ കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല റബ്ബേ. ഈ ദുആന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും സന്തോഷം നൽകണേ അല്ലാ, ഇവിടുന്ന് അങ്ങോട്ട് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാ, ഞങ്ങളെ പേരമക്കള് പ്രവാസികളാ. അല്ലാഹുവേ, ഞങ്ങൾ ഉപ്പമാരും മകളുമാര് പ്രവാസികളാ. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ, അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരാളെ ഹക്കും ഭക്ഷിക്കണ്ട വയറ് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പൈസ തരുന്നവരുണ്ട്, മക്കളെ സഹായിക്കുന്നവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് ധാരാളം സമ്പത്ത് നൽകണമല്ല. പണമില്ലാത്തതിന്റെ പേരിൽ കുടുംബങ്ങളെ മുമ്പിൽ, കുടുംബക്കാരെ മുമ്പിൽ, നാട്ടുകാരെ മുമ്പിൽ ഞങ്ങൾക്ക് തരം താഴ്ന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. ധാരാളം സമ്പത്ത് കൊണ്ട് അല്ലാ, ധാരാളം സമ്പത്ത് കൊണ്ട് അല്ലാ എല്ലാം വിജയം നൽകണേ അല്ലാ. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്കണല്ല. കുടുംബത്തിൽ ബറക്കത്ത് നൽകണല്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഐക്യം നൽകണയല്ല. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ഭർത്താവിനും എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു വഴി കാണിച്ചു കൊണ്ട് റബ്ബേ. അല്ലാഹുവേ, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, ആ വാടക വീട് വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് നൽകണല്ലോ. അല്ലാഹുവേ, ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ തെറ്റി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഭാര്യ തെറ്റിപ്പോയി തങ്ങളെ, ഞാൻ ഇത്ര കാലം ഗൾഫിലായിരുന്നു, ഞാൻ 2 മാസത്തെ ലീവിന് വന്നപ്പോ സുബ്ഹാനല്ലാഹ് 24 മണിക്കൂർ മുതൽ ഫോണിലാണ്. ഞാൻ ഫോണിൽ കളിക്കണ്ട എന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഒരു തുണിയും കുപ്പായത്ത് ഇറങ്ങിപ്പോയി. പോയിക്കോട്ടെ, അവള് തിരിച്ചു വരാൻ ദ്വാരിക്കണം, അവള് ഫോണിൽ കളിച്ചോട്ടെ, എന്നാലും എനിക്ക് എന്റെ ഭാര്യനെ വേണം. അത്രക്കും സ്നേഹിക്കുന്ന ഭാര്യമാർ അല്ലാഹുവേ നല്ല ഖൽബ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്കും ഞങ്ങളെ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ഖൽബ് നൽകണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണല്ലാഹ്.
റാഹത്ത് നൽകണല്ല, സന്തോഷം നൽകണേ അല്ല, ആഫിയത്ത് നൽകണേ അല്ല. തലയുടെ മുർത്താവ് മുതൽ കാലിന്റെ പല്ല വരെ രോഗങ്ങളാണ്. പരിപൂർണ ശിഫ നൽകണല്ല, പരിപൂർണ ശിഫ നൽകണേ അല്ല. എന്തൊക്കെ മാരകമായ രോഗങ്ങളുണ്ട്, നീ ശിഫ നൽകണേ അല്ല. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കെട്ടിച്ചു വിട്ട വീടുകളുണ്ട്, ഞങ്ങളെ മക്കളെ കെട്ടിച്ചു വിട്ട വീടുകളുണ്ട്. ആ വീട്ടിലെ അമ്മായിമ്മമാർക്കും മരുമക്കൾക്കും ഞങ്ങളെ മക്കൾക്കും അത് ഭർത്താക്കന്മാർക്കും സന്തോഷത്തോടെ കഴിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിലേക്ക് ഒരുപാട് മരുമക്കള് കയറി വന്നിട്ടുണ്ട്. സ്വന്തം മക്കളെ പോലെ നോക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മരുമക്കൾക്ക് ഉമ്മയെ പോലെ നോക്കാനുള്ള ഖൽബ് അവർക്ക് കൊടുക്കണല്ല. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله 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 ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين.